പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എത്ര ഭയാനകമാണെങ്കിലും, എത്ര വലിയൊരു വിഷയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എങ്കിലും, ആ വിഷയത്തെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിങ്കൽ നിന്ന് ആ വിഷയത്തിനൊരു മറുപടി ലഭ്യമാകും. ആ വിഷയത്തിൽ നിന്ന് ദൈവം നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ആ ദൈവത്തോട് ആ വിഷയം മാറുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയിൽ, അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിശ്വാസം എന്നുള്ളത്. വിശ്വാസത്തോടെ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോഴാണ് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭ്യമാകുന്നത് എന്ന് വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ വിശ്വാസം? ആ വിശ്വാസം എന്നുള്ളത് അവൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് മാത്രമല്ല. ഒരു വിഷയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ അതിനൊരു മറുപടി ലഭ്യമാകും, ഏതെങ്കിലുമൊക്കെ വിധത്തിൽ മറുപടി ലഭ്യമാകും എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് മാത്രമല്ല, അതെന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളൊരു ഉറപ്പ് മാത്രമല്ല, മറിച്ച് അതിനേക്കാൾ ഉപരി അവൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളുടെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ്റെ പ്രവൃത്തികളിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യന് കാണുവാനായിട്ട് കഴിയും. അവൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വന്നിരിക്കുന്നു. ആ വിധത്തിൽ എല്ലാ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി പ്രതിഫലിച്ച് കാണപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ മറ്റൊരു ലെവലിൽ കയറി ആ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ അകത്തുള്ള മറുപടി നിശ്ചയമായി ലഭ്യമാകുക തന്നെ ചെയ്യും. വചനം നാം പഠിക്കുമ്പോൾ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: സ്തോത്രത്തോടെ അവൻ്റെ അപേക്ഷകൾ, അവൻ്റെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവനൊരു ഉറപ്പുണ്ടാകണം, ഈ കാര്യം ദൈവം ഡീൽ ചെയ്യുവാനായിട്ട് പോവുകയാണ്, ഞാൻ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭ്യമാകുവാനായിട്ട് പോവുകയാണ് എന്നുള്ളതിനേക്കാളുപരി ഈ പ്രാർത്ഥനയ്ക്കുള്ള വിഷയം ദൈവം എനിക്ക് തന്നു കഴിഞ്ഞു എന്നുള്ള വിധത്തിൽ അവൻ്റെ നടപ്പും അവൻ്റെ പ്രവൃത്തികളും ഒക്കെ ആയി മാറ്റപ്പെടുന്ന വിശ്വാസത്തിൻ്റെ മറ്റൊരു തലത്തിലെത്തുമ്പോൾ അവൻ്റെ പ്രാർത്ഥനകൾക്ക് നിശ്ചയമായി ദൈവം മറുപടി കൊടുക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ചില സമയങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്നത്തെ എൻ്റെ വിഷയത്തിനൊരു സൊല്യൂഷന് വേണ്ടിയിട്ടായിരിക്കാം നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ഈ വിഷയത്തിന് വേണ്ടി മറുപടി ലഭ്യമാവുകയാണെങ്കിൽ മാത്രമേ എനിക്ക് നാളത്തെ ദിവസത്തെ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള വിധത്തിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനിൽ നാം ചില സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പലപ്പോഴും മറുപടി തരിക, ഈ വിഷയത്തിന് എങ്ങനെ ഒരു സൊല്യൂഷൻ കാണാം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരുപക്ഷെ അടുത്ത വർഷത്തേക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യാറുണ്ട്. അപ്പോൾ നാം ചിന്തിക്കും, ദൈവമേ, സാഹചര്യങ്ങൾ ഇത്രയും പ്രതികൂലമായിരിക്കുമ്പോൾ നീ എന്താണ് ഈ പറയുന്നത്? അതൊരു സെൻസ് ഉണ്ടാക്കുന്നില്ലല്ലോ, അതെനിക്ക് മനസ്സിലാകുന്നില്ല, നീ എന്താണ് എന്നോട് സംസാരിക്കുന്നത്? ഈ പ്രശ്നത്തിന് പരിഹാരം കാണാതെ നാളത്തെ ദിവസം പോലും എനിക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല എന്ന് ഞാൻ ചിന്തിച്ചിരിക്കുമ്പോൾ അവിടെ നിന്ന് എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത് എന്നൊക്കെ പലപ്പോഴും നമ്മുടെ മനസ്സ് നമ്മളോട് സംസാരിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്: ദൈവത്തിൻ്റെ ചിന്തകൾ മനുഷ്യരുടെ ചിന്തകളെക്കാളും വലുതാണ്. നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെക്കാളും വലിയ വിധത്തിൽ നമുക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ചില സമയങ്ങളിൽ വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം ചില വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ നമ്മളോട് ആഹ്വാനം ചെയ്യും. ആ പ്രവൃത്തി നാം ചെയ്യുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ തയ്യാറാകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നറിയാമോ? നാം പോലും ചിന്തിക്കാത്ത ചില വാതിലുകൾ ദൈവം നമ്മുടെ മുമ്പിൽ തുറന്നു തരും. ഒരുപക്ഷെ നാം ഇന്ന് കടന്നു പോകുന്ന വിഷയത്തിന് മാത്രമുള്ള മറുപടി ആയിരിക്കില്ല, അതൊരു പക്ഷേ ഒരു പാക്കേജ് ആയിരിക്കാം. നാളത്തെ ദിവസവും മറ്റന്നാളും അടുത്ത വർഷവും അടുത്ത 5 വർഷവും നമുക്ക് ജീവിക്കത്തക്ക വിധത്തിലുള്ള ഒരു മറുപടി ആയിരിക്കാം അഡ്വാൻസ് ആയിട്ട് ആ പാക്കേജിനകത്ത് ലഭ്യമാകുക. അതുകൊണ്ട് ഈ പ്രാരംഭത്തിൽ ഒരിക്കൽ കൂടെ ആഹ്വാനം ചെയ്യട്ടെ, ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന എന്ത് പ്രവൃത്തിയാണെങ്കിലും ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി, വിശ്വാസി എന്ന് പറയപ്പെടുന്ന, വിശ്വാസി എന്നുള്ള നാമത്താൽ അറിയപ്പെടുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്, ഏറ്റവും അത്യാവശ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. 2 രാജാക്കന്മാർ 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവം നാം കാണുകയാണ്. ഇസ്രായേൽ രാജാവും ഏദോം രാജാവും അതുപോലെ തന്നെ യഹൂദ രാജാവും, അങ്ങനെ ഈ 3 ദേശങ്ങൾ ഒരുമിച്ച് ചേർന്ന് മോവാബിനെതിരായിട്ട് യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ യുദ്ധസന്നദ്ധരായി സൈന്യങ്ങളും മൃഗങ്ങളും ഒക്കെ ആയിട്ട് അവർ മോവാബിനെതിരായിട്ട് യുദ്ധം ചെയ്യുവാനായിട്ട് പുറപ്പെട്ടു പോകുമ്പോൾ
7 ദിവസം കഴിഞ്ഞ് അവർ ചുറ്റി സഞ്ചരിച്ച് 7 ദിവസം കഴിഞ്ഞ് ആ യുദ്ധത്തിനായിട്ടുള്ള പുറപ്പെടുന്ന വേളയിൽ 7 ദിവസം കഴിഞ്ഞ് അവർ ഒരു സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. ആ സ്ഥലത്ത് അവരുടെ സൈന്യത്തിനും അവരുടെ മൃഗങ്ങൾക്ക് കുടിക്കുവാനായിട്ട് വെള്ളമില്ലാത്ത വിധത്തിൽ വളരെ ഒരു ക്ഷാമത്തിൻ്റെ അനുഭവം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഒന്ന് ഓർത്ത് നോക്കുക, മരുഭൂമി പോലുള്ള ഒരു സാഹചര്യത്തിൽ അല്പം പോലും വെള്ളമില്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഒരു കൂട്ടം സൈന്യങ്ങളും മൃഗങ്ങളും ഒക്കെ ആയിട്ട് ചുറ്റി സഞ്ചരിക്കേണ്ടി വരികയാണെങ്കിൽ അവർ അത്രത്തോളം കഷ്ടതയിലൂടെ കടന്നു പോയേക്കാം. അങ്ങനെയുള്ള കഷ്ടതയുടെ മധ്യത്തിൽ അവർക്കൊരു കാര്യം ബോധ്യമാവുകയാണ്. എലീശ എന്നുള്ളൊരു പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ്റെ അടുത്തേക്ക് കടന്നുപോയി അവരുടെ വിഷയം ആ പ്രവാചകനോട് പറയുകയാണെങ്കിൽ പ്രവാചകൻ വളരെ വ്യക്തമായിട്ടൊരു മറുപടി കൊടുക്കും. ഇപ്പോൾ അവർ ആയിരിക്കുന്ന സാഹചര്യം, വെള്ളമില്ലാത്ത ജനങ്ങൾ വളരെ പരിതാപകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അവർക്ക് ഈ പ്രശ്നം അഭിമുഖീകരിക്കണമെങ്കിൽ ദൈവികമായിട്ടുള്ളൊരു ഇടപെടൽ ആവശ്യമായിരിക്കുന്നു എന്നറിഞ്ഞ് എലീശയുടെ അടുക്കലേക്ക് കടന്നു പോകുമ്പോൾ എലീശ അവർക്ക് മറുപടിയായി ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. 2 രാജാക്കന്മാർ 3-ാം അധ്യായം അതിൻ്റെ 16-17 വചനങ്ങൾ. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. നോക്കുക, ഇവിടെ പ്രശ്നം കുടിക്കുവാനായിട്ട് കുടിവെള്ളമില്ല എന്നുള്ളതാണ്, മഴയില്ല എന്നുള്ളതാണ്, കാറ്റില്ല എന്നുള്ളതാണ്. അല്പം പോലും വെള്ളം ലഭ്യമാകാത്ത ജനങ്ങൾ ഭാരത്തോടെ ആയിരിക്കുമ്പോൾ ആ സൈന്യത്തോട്, ഈ രാജാക്കന്മാരോട് ആ എലീശ പ്രവാചകൻ പറയുകയാണ്, ഈ താഴ്വരയിൽ നിങ്ങൾ കുഴികൾ വെട്ടുവിൻ. കാറ്റും കാണുകയില്ല, മഞ്ഞും കാണുകയില്ല, മഴയും കാണുകയില്ല. പക്ഷേ ഈ കുഴികളെ വെള്ളം കൊണ്ട് നിറയ്ക്കുവാൻ സർവശക്തനായിട്ടുള്ള ഒരു ദൈവമുണ്ട്. ഇത് കേട്ട സൈന്യങ്ങൾ ഒരുമിച്ച്, ഈ രാജാക്കന്മാർക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി. ഒരുപക്ഷെ അവിശ്വാസത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ അവരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ ചിന്തകളിലേക്ക് വന്നു കാണാമെങ്കിലും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിക്കായിട്ട് എലീശ പ്രവാചകനിലൂടെ ഒരു ദൈവിക ആഹ്വാനമുണ്ടായപ്പോൾ അല്പം പോലും മടികൂടാതെ അവരത് ചെയ്യുവാനായിട്ട് തയ്യാറായി. പിന്നത്തേതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 20-ാമത്തെ വചനത്തിൽ, പിറ്റന്നാൾ രാവിലെ ഭോജനയാഗത്തിൻ്റെ സമയത്ത് വെള്ളം ഏദോം വഴിയായി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. അവർ ചോദിച്ചത് കുടിക്കുവാനൊരല്പം വെള്ളമാണ്. ഈ പ്രശ്നത്തിൽ നിന്ന് ഒരു പരിഹാരം മാത്രമാണ് അവർ ചോദിച്ചതെങ്കിലും എലീശ പ്രവാചകൻ പറഞ്ഞത് അവരുടെ ചിന്തകൾക്ക് വ്യത്യസ്തമായിട്ട് ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാനായിട്ടാണ്, താഴ്വരകളിൽ കുഴികൾ വെട്ടുവാനായിട്ടാണ്. അതവർ അനുസരിക്കുവാനായിട്ട് തയ്യാറായപ്പോൾ പിറ്റന്നാൾ എന്ത് സംഭവിച്ചു? ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. അവർക്ക് കോരി കോരി കുടിക്കത്തക്ക വിധത്തിൽ അവരുടെ പ്രാർത്ഥനാ വിഷയത്തിന് ഒരു മറുപടി ലഭിച്ചുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഇതുപോലെ ദൈവം ചില കാര്യങ്ങൾ ഒരു പക്ഷേ ആഹ്വാനം ചെയ്തേക്കാം. തീർന്നില്ല കേട്ടോ. പിന്നത്തേതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഇവർ വെട്ടിയ കുഴികൾ, അവിടെ നിറഞ്ഞ വെള്ളം, ആ വെള്ളം തന്നെ ഇസ്രയേലിയർക്കും ഏദോമ്യർക്കും യഹൂദ്യർക്കും അനുഗ്രഹമായി മാറ്റപ്പെട്ടതുപോലെ തന്നെ ആരാണോ ഇവർക്ക് വിരോധമായ യുദ്ധത്തിനായിട്ട് അണിനിരന്നത്, അതായത് ഈ മോവാബ്യ സൈന്യം, ആ മോവാബ്യ സൈന്യത്തിൻ്റെ നാശത്തിന് കാരണമായി ഈ ഒരു സംഭവത്തെ, ദൈവത്തിൻ്റെ ഈ ഒരു പ്രൊവിഷനെ മാറ്റുന്നത് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഞാൻ പറയട്ടെ, ദൈവം ആഹ്വാനം ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നാം ചെയ്യുവാനായിട്ട് തയ്യാറാക്കുക. യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. വിശ്വാസമാണോ? അതിനൊരു പ്രവൃത്തി ഉണ്ടായിരിക്കുക തന്നെ വേണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള വെള്ളം വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അവിടെ ഒരു കുഴികൾ വെട്ടുവാൻ, ആ താഴ്വരകൾ കുഴികൾ കൊണ്ട് നിറയ്ക്കുവാനായിട്ട് നാം തയ്യാറാകണം. ഇവിടെ ഒരു ഉദാഹരണമായിട്ട് മാത്രം നാം അങ്ങനെ കാണുകയാണെങ്കിൽ, ചില വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുവാൻ, ചില വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ വയ്ക്കുവാൻ ദൈവം നമ്മളെ ഒരിക്കൽ കൂടെ ആഹ്വാനം ചെയ്യുകയാണ്. എവിടെയോ തകർന്നും ഒതുങ്ങിയും ഇരിക്കുവാനായിട്ടല്ല, ദൈവികമായിട്ടുള്ള പ്രൊവിഷനുകൾ പ്രാപിക്കത്തക്ക അളവിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ കുഴികൾ വെട്ടുവാൻ, അതിനെ നിറയ്ക്കുവാൻ ശക്തനായിട്ടുള്ള ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതുപോലെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് ജീവിതത്തിൽ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടികൾ കണ്ണുകൊണ്ട് കണ്ട് പ്രാപിച്ച് അനുഭവിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് മുന്നിലേക്ക് പോകത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ
ദൈവം മാറ്റുമാറാകട്ടെ. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരായി നമുക്ക് മാറ്റപ്പെടാം. ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഗാഡ് ബ്ലസ് യു.